ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധാരണ വിഷയത്തെക്കുറിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ എല്ലാം ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാകുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഫയർ സേഫ്റ്റി തന്നെയാണ്. പ്രത്യേകിച്ചും ചില ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഫയർ എൻഒസി എടുക്കാൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ കാണിക്കുന്ന വിമുഖതയെക്കുറിച്ചിട്ടും അതിൻ്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെക്കുറിച്ചിട്ടുമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ സംസാരിക്കാനുള്ളത്. അപ്പോഴെന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോട് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഫയർ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇത്രയധികം അലംഭാവം ചില കമ്പനികൾ കാണിക്കുന്നത്? ചെറിയൊരു സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം ചിലർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഓർക്കുക, ഒരു ചെറിയൊരു സ്പാർക്ക് മതി, ഒരു ചെറിയൊരു നിമിഷം മതി വർഷങ്ങളുടെ അധ്വാനവും സ്വപ്നങ്ങളും ജീവനും ഒരൊറ്റ പിടി ചാമ്പലായിട്ട് മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫയർ എൻഒസി എന്ന് പറയുന്നത് വെറും ഒരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് മാത്രമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ കെട്ടിടവും അതിലുള്ളവരും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു ഷീൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒരു കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന മുതൽ നിർമ്മാണം, ഉപയോഗം, മെയിൻ്റനൻസ്, ഇതെല്ലാം ഈ ഫയർ സേഫ്റ്റി ഉറപ്പാക്കുന്നു എന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ ഒരു അനുമതി പത്രം ഒരു അധിക ഭാരമായിട്ടും സമയനഷ്ടമായിട്ടും ചെലവഴിക്കേണ്ട ഒന്നായും ഒക്കെയാണ് ചില ആൾക്കാരെ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരൊറ്റ മനോഭാവമാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾക്ക് ഫ്യൂച്ചറിൽ വഴിയുണ്ടാക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡിനെ കുറിച്ചിട്ടാണ്, അതായത് NBC ഗൈഡ് ലൈൻസ്. അതായത് എന്താണ് NBC ഗൈഡ് ലൈൻസ്? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ NBC ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് 2016 ഈ ഫയർ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. പിന്നെ ഉയരമുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചോളം ഈ നിർദ്ദേശങ്ങൾ അതീവ നിർബന്ധിതമാണ്. ഈ NBC ഗൈഡ് ലൈൻസ് പ്രകാരം ഓരോ കെട്ടിടത്തിനും അതിൻ്റെ ഉപയോഗം, ഉയരം, നിർമ്മാണ സാമഗ്രികൾ എന്നിവയെ ആശ്രയിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ റെസിസ്റ്റൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. അതായത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഘടനയും പിന്നെ അതുപോലെ തന്നെ വോള്, പിന്നെ ഫ്ലോറ്, ഇതൊക്കെ ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്വിഷിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീപിടുത്തത്തിൻ്റെ ആദ്യ സൂചനകൾ നൽകാൻ വേണ്ടിയിട്ട് സ്മോക്ക് ഡിറ്റക്ടർ, ഹീറ്റ് ഡിറ്റക്ടർ, ബീം ഡിറ്റക്ടർ, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഫയർ സ്പ്രിങ്ക്ലർ സിസ്റ്റം നമുക്കുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫയർ ഹോസ് റീലുകൾ അത്യാവശ്യമാണ്. പിന്നെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ വാട്ടർ ടാങ്ക്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഉയർന്ന പ്രഷറിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഫയർ പമ്പുകൾ മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ആളുകൾക്ക് വേഗത്തിൽ കെട്ടിടത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ അത്രയും എമർജൻസി എക്സിറ്റുകൾ ഉണ്ടായിരിക്കണം. ഇവ വ്യക്തമായി അടയാളപ്പെടുത്തുകയും, ഈ എമർജൻസി എക്സിറ്റുകളുണ്ടല്ലോ, ഇതൊക്കെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുകയും തടസ്സങ്ങളില്ലാതെ ഉപയോഗിക്കാവുന്നതുമായിരിക്കണം. അതുപോലെ തന്നെ ഈ ഫയർ ഉണ്ടല്ലോ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പടരുന്നത്, അതായത് സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഫയർ റേറ്റഡ് ഡോർസ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള റെഫ്യൂജ് ഏരിയയെ കുറിച്ചിട്ടാണ്. അതായത് ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് താൽക്കാലികമായി സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്ന ഇടങ്ങളാണ് റെഫ്യൂജ് ഏരിയ എന്ന് പറയുന്നത്. തീപിടുത്തം ഉണ്ടായാൽ ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കാനുള്ള ഓട്ടോമാറ്റിക് പവർ ഷട്ട് ഓഫ് സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കെട്ടിടത്തിലെ ജീവനക്കാർക്ക് തീപിടുത്തം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതായത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. അത് ആരും മറന്നു പോകരുത്. ഇനി ഇതൊന്നും പാലിക്കാതെ ഒരു കെട്ടിടം പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിങ്ങനെ ഫയറിനെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത്,
ഈ ഫയർ സേഫ്റ്റി സ്റ്റാൻഡേർഡ് പാലിക്കാതെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് ഹ്യൂമൻ ട്രാജഡി. ആരും പറയാൻ തന്നെ നമുക്കറിയാം, ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവൻ നഷ്ടപ്പെടുന്നത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ പൊള്ളലേറ്റും ശ്വാസം മുട്ടിയും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതങ്ങൾ അത് വേറെ. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലോസാണ്. തീപിടുത്തത്തിൽ കെട്ടിടങ്ങളും അതിലെ വസ്തുവകകളും പൂർണ്ണമായിട്ടും കത്തി നശിക്കും. പിന്നെ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചേക്കാം. ഇത് കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ഫ്യൂച്ചറിൽ ബാധിച്ചേക്കാം. പല ആൾക്കാരും പലതും പണയം വിറ്റും അല്ലെങ്കിൽ സ്വന്തം വീട് വിറ്റും അല്ലെങ്കിൽ സ്വന്തം പറമ്പ് വിറ്റും അങ്ങനെയുള്ള നമ്മളെ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റിട്ടൊക്കെ ആയിരിക്കും കഷ്ടപ്പെട്ടിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയുള്ള മെറ്റീരിയൽ എല്ലാം മേടിച്ച് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി രണ്ടാമത്തെ ദിവസം ഈ കമ്പനി പെട്ടെന്നൊരു തീപിടുത്തത്തിൽ അങ്ങ് കത്തി നശിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇനി അടുത്തത് പറയാനുള്ളത് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. ഈ ഫയർ NOC ഇല്ലാതെ കെട്ടിടം പ്രവർത്തിക്കുന്നത് നിയമപരമായിട്ട് ഭയങ്കര വലിയൊരു കുറ്റമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ ഉടമകൾക്കും മാനേജ്മെൻറ്റിനും വരെ എഗൻസ്റ്റായിട്ട് ക്രിമിനൽ കേസ് വരെ ചിലപ്പോൾ വരാം. പിന്നെ അതുപോലെ വലിയ പിഴകൾ, തടവ് ശിക്ഷകൾ എന്നിവയൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ചില സമയത്ത് ഇൻഷുറൻസ് പോലും നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ലോസ് ഓഫ് റെപ്യൂട്ടേഷനാണ് അടുത്തത്. ഒരു കമ്പനി എന്ന നിലയിൽ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാത്തത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കൂലേ? പിന്നെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. പിന്നെ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബിസിനസ് തന്നെ തകരാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് സോഷ്യൽ ഇമ്പാക്റ്റ്. വലിയ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ വലിയ പ്രകമ്പനങ്ങളൊക്കെ സൃഷ്ടിക്കും, ഇല്ലേ? ആശങ്കകളും ഭയവും വർദ്ധിക്കും. അത് നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീപിടുത്തമൊക്കെ ഉണ്ടാവാൻ കാത്തു നിൽക്കാതെ അതിന് കറക്റ്റായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ സ്ഥാപനവും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഫയർ NOC നിർബന്ധമായി എടുക്കുക. അതുപോലെ തന്നെ അത് കറക്റ്റ് സമയത്ത് പുതുക്കുകയും ചെയ്യുക. ജീവനക്കാർക്ക് കൃത്യമായ സുരക്ഷാ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ നൽകുക. അതുപോലെ തന്നെ മോക്ക് ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഫയർ സേഫ്റ്റിയെക്കുറിച്ചിട്ട് നല്ല അവബോധം നൽകുക. ഇതിൽ അവസാനമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഓരോ ജീവനും അമൂല്യമാണ്. അതുപോലെ തന്നെ ഓരോ സ്വത്തും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ അമൂല്യ സ്വത്തുക്കൾക്ക് മേലെ ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ ദുരന്തത്തിലോട്ടൊക്കെ വഴിവെച്ചേക്കും ചില സമയത്ത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ഫയർ NOC എന്ന് പറയുന്നത് ഭാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സുരക്ഷിതമായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫയർ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവനും സ്വത്തിനും വേണ്ടി, നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.